രക്ഷിക്കൂ, രക്ഷിക്കൂ. രക്ഷിക്കൂ, 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 രക്ഷിക്കൂ. വേതാളം വജ്ജി, ഇനിയും 2 ദിവസത്തിൽ ഈ നരബലി പൂർത്തിയാക്കിയ നീ ആഗ്രഹിക്കുന്ന ശക്തി നിനക്ക് വശമാകും. രക്ഷിക്കൂ, രക്ഷിക്കൂ, രക്ഷിക്കൂ. അത് തന്നെ, അതാണ് ചെയ്യുന്നത് മന്ത്രവാദി. ഇനിയും 9 പേരെ കൊന്നാൽ മതി, എന്റെ ആഗ്രഹം നിറവേറും. രക്ഷിക്കൂ, 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 രക്ഷിക്കൂ. ശാന്തം, ശാന്തം. ഇത് കുൽദാര എന്ന ഗ്രാമം. ആ ഗ്രാമത്തോട് ചേർന്ന് വേറെ 3 ഗ്രാമങ്ങളും ഉണ്ട്. അപ്പോഴുള്ള ഗ്രാമത്തലവന്മാർ 4 ഗ്രാമത്തിന്റെയും അതിർത്തിയിൽ തെക്ക് ദിശയിൽ ശ്മശാനം ഉണ്ടാക്കിയെടുത്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ സ്ഥലത്തിലെല്ലാം വെള്ളം കയറി പടിഞ്ഞാറ് വശത്തെ സ്ഥലമെല്ലാം നശിച്ച് ആ സ്ഥലം തന്നെ വലിയ നദിയായി മാറി. ഈ ഗ്രാമത്തിനു ചുറ്റി കിഴക്ക് വടക്ക് ദിശയിൽ തിങ്ങി നിറഞ്ഞ കാടുള്ളതുകൊണ്ട് തെക്ക് ദിശയിലുള്ള ആ വഴിയാണ് പ്രധാനപ്പെട്ട വഴിയായി മാറിയത്. അന്നു മുതൽ ഈ ഗ്രാമജനങ്ങൾക്ക് ഗ്രാമത്തിലേക്ക് വരണമെങ്കിലും പോകണമെങ്കിലും ഇതുവഴി വേണം വരാനും പോകാനും. എന്നാൽ ആ വഴി ശ്മശാനത്തിന്റെ അടുത്തായിരുന്നതുകൊണ്ട് ഗ്രാമജനങ്ങൾ അതുവഴി പോകുമ്പോഴും വരുമ്പോഴും ഒരുപാട് പേടിച്ചിരുന്നു. ആ ശ്മശാന വഴിയുടെ നടുക്ക് ഒരു വലിയ ആൽമരമുണ്ടായിരുന്നു. കറുത്തവാവ് ദിവസമായാൽ മതി, രാത്രിയിൽ ഒരുപാട് ആൾക്കാർ അവിടെ മാഞ്ഞുപോയിരുന്നു. അത് മനസ്സിലാക്കിയ ഗ്രാമത്തലവന്മാർ രാത്രി സമയങ്ങളിൽ ആരും ആ വഴിയിലൂടെ പോകാനും പാടില്ല, വരാനും പാടില്ല. അങ്ങനെ ഗ്രാമത്തിൽ അറിയിപ്പും നൽകി. എന്നാൽ ഇതൊന്നും അറിയാത്ത ചില ആൾക്കാർ ഒന്നും സംഭവിക്കില്ല എന്ന് വാശി പിടിച്ചവരും ആ വഴിയിലൂടെ പോയി രാത്രി സമയങ്ങളിൽ പോയിട്ടുണ്ട്. ഞാൻ തന്നെ വരും, ഞാൻ വരും, ഞാൻ തന്നെ വരും, ഞാൻ വരും. രക്ഷിക്കൂ, 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 രക്ഷിക്കൂ. ഇത് ഇങ്ങനെയുള്ളപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2 സുഹൃത്തുക്കൾ രംഗയും ദാമുവും അവർ ജോലിക്കായി പുറത്തുപോയി തിരിച്ച് ഗ്രാമത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. എടാ ദാമു, ആദ്യമൊക്കെ ഈ വഴിയിലൂടെ നടക്കാൻ തന്നെ എല്ലാവരും ഒരുപാട് പേടിക്കുമായിരുന്നു. ഇപ്പോൾ ഗ്രാമം തന്നെ മാറിപ്പോയല്ലോ. നല്ല ശാന്തമായ സ്ഥലമല്ലേ? അതേടാ രംഗ, നീ പറഞ്ഞത് ശരിയാണ്. വാ വാ, വേഗം ഗ്രാമത്തിലെത്താ. നീ കൊണ്ടുവന്ന പാവ കണ്ട് എന്റെ മകൾ ഒരുപാട് സന്തോഷിക്കും. അങ്ങനെ പറഞ്ഞ് അവർ ഗ്രാമത്തിലേക്ക് പോയി. സൂര്യനും അസ്തമിച്ചു, ഇരുട്ടാകാൻ തുടങ്ങി. ഭയാനകരമായ അന്തരീക്ഷം. അതുമല്ലാതെ അന്ന് പൗർണമിയും. അതിനെക്കുറിച്ചൊന്നും ഓർക്കാതെ 2 പേരും ആ ശ്മശാന വഴിയിലൂടെ അവർ സംസാരിച്ച് നടന്നു പൊയ്ക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു ചിലങ്കയുടെ ശബ്ദം. പിന്നിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ല. അവർ കുറച്ചുകൂടെ മുൻപോട്ട് പോയപ്പോൾ വഴിയിൽ 2 വശത്തും വലിയ വലിയ മരങ്ങൾ. ആ മരത്തിന്റെ ചില്ലകളിൽ ഒരുപാട് പേരെ തൂക്കിയിട്ട് രക്ഷിക്കൂ, രക്ഷിക്കൂ എന്ന് അലറിക്കൊണ്ടിരുന്നു. അവർ പെട്ടെന്ന് തെളിഞ്ഞു വരും. രക്ഷിക്കൂ, 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 രക്ഷിക്കൂ. വീണ്ടും കുറച്ചു ദൂരം കൂടെ നടന്നു പോയപ്പോൾ വീണ്ടും മരത്തിന്റെ ചില്ലകളിൽ ഒരുപാട് പേർ തൂങ്ങിക്കിടന്ന് രക്ഷിക്കൂ, രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടേ മാഞ്ഞു പൊയ്ക്കൊണ്ടേയിരുന്നു. രക്ഷിക്കൂ, 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 രക്ഷിക്കൂ. അവരുടെ നിലവിളി വളരെ ഭയാനകരമായിരുന്നു. അവർ 2 പേരും അതെല്ലാം കണ്ട് പേടിച്ച് തിരിച്ച് മടങ്ങിപ്പോകാമെന്ന് കരുതി തിരിഞ്ഞു നോക്കിയപ്പോൾ വേതാളം വജ്ജി അവിടെ നിൽക്കുന്നു. കിട്ടിപ്പോയി, ബലിക്കുള്ള ആൾക്കാരെ കിട്ടിപ്പോയി. രക്ഷിക്കൂ, 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 രക്ഷിക്കൂ. അവിടെ സംഭവിച്ചത് കണ്ട് ഒരുപാട് പേടിച്ചുപോയി രംഗ ഗ്രാമത്തിലേക്ക് ഓടിപ്പോയി. രക്ഷിക്കൂ, 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 രക്ഷിക്കൂ.
ശാന്തം. നീ ഇപ്പോൾ ചെയ്യുന്നത് മുൻപോട്ട് തന്നെ പോയി നിന്റെ ലക്ഷ്യം കൈവരിക്ക്. ഈ ലോകം കാൽ കീഴിലാക്ക്. വേതാള മജ്ജയിൽ നിന്നും രക്ഷപ്പെട്ട രംഗ അയാൾ ഓടി ഓടി വന്ന് അതിനുശേഷം ഗ്രാമത്തിന്റെ നടുക്ക് മയങ്ങി വീഴുകയും ചെയ്തു. കുറച്ച് ഗ്രാമജനങ്ങൾ വന്ന് അവന്റെ മുഖത്ത് വെള്ളം തളിച്ച് എഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റ രംഗ 4 ഗ്രാമത്തിന്റെയും തലവൻ വീരേശനോട് നടന്നതെല്ലാം പറഞ്ഞു. ആ മാന്ത്രികൻ ആരാണ്? നമ്മുടെ ഗ്രാമത്തിൽ സത്യത്തിൽ എന്താണ്? ദാമുവിനെ ആ മന്ത്രവാദി എന്തിനു കൊണ്ടുപോയി? നോക്കൂ രംഗ, രാത്രി സമയം ആ വഴിയിലൂടെ പോയ ഒരുപാട് ആൾക്കാർ തിരികെ വന്നിട്ടില്ല. എന്താണ് സംഭവമെന്ന് ആർക്കും അറിയില്ല. നിങ്ങൾ ഈ കാര്യമൊന്നും അറിയാതെ രാത്രി അതുവഴി വന്നപ്പോൾ ആ മന്ത്രവാദി ദാമുവിനെ കൊണ്ടുപോയി. നോക്കൂ അങ്ങൂന്നേ, ഞാൻ ജോലി ചെയ്യാൻ പോയ ഗ്രാമത്തിൽ മാനര എന്ന പേരുള്ളൊരു ഉപാസകനുണ്ട്. അദ്ദേഹം നമുക്കൊരു പരിഹാരം കണ്ടെത്തി തരും. അതെയോ? ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഞാൻ കുറെ നാളായി അന്വേഷിക്കുന്നു. ശരി, വാ പോകാം. മാനേരി ഉപാസകനെ സഹായം ചോദിച്ച് ഇവിടേക്ക് കൊണ്ടുവരാം. വീരേശനും രംഗയും മാനേരി തപസ്സു ചെയ്യുന്ന ഗുഹയിലേക്ക് പോയി നോക്കിയപ്പോൾ ഗുഹയ്ക്കുള്ളിൽ അദ്ദേഹം വെള്ളത്തിനു മുകളിൽ ഇരിക്കുന്നു. അദ്ദേഹം ഇരുന്ന സ്ഥലത്ത് വ്യത്യസ്തമായ വസ്തുക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം തപസ്സു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും വന്നത് ശ്രദ്ധിച്ചു. ഉടനെ കണ്ണു തുറന്നു നോക്കി. നാം വരാം, നിങ്ങൾ പോയിക്കോളൂ. പോകുന്ന വഴിയിൽ രംഗ മാനേരിയോട് നടന്നതെല്ലാം പറഞ്ഞ് കർത്തവാവിന് മുൻപുള്ള ദിവസം കുൽദാരയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഈ രാത്രിയിൽ നമുക്ക് ആ വഴിയിലൂടെ പോകാം. സത്യാവസ്ഥ എന്താണെന്ന് നാം അപ്പോൾ പറയാം. മാനേരിയോടൊപ്പം ആ 4 ഗ്രാമങ്ങളുടെയും തലവന്മാർ ആ വഴിയിൽ ഒത്തുചേർന്നു. ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിങ്ങളെല്ലാം ഇവിടെ തന്നെ നിൽക്കൂ. മാനേരി തനിച്ച് മനസ്സിൽ തന്റെ ഗുരുവിനെ പ്രാർത്ഥിച്ച് ആ വഴിയിലൂടെ പോകുമ്പോൾ ആ ഗ്രാമജനങ്ങൾ അത് കണ്ട് അവിടെയുണ്ടായിരുന്ന ആൽമരത്തിന്റെ ചില്ലയിൽ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് ഒരുപാട് പേർ തൂങ്ങിക്കിടന്നിരുന്നു. രക്ഷിക്കൂ 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 രക്ഷിക്കൂ. മാനേരി തന്റെ കയ്യിലുണ്ടായിരുന്ന മാന്ത്രിക ജലം എടുക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ മുൻപിൽ മജ്ജി വന്നു നിന്നു. നിന്റെ മാന്ത്രിക ജലത്തിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരാണ് നീ? നിനക്ക് എന്താണ് വേണ്ടത്? എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. രക്ഷിക്കൂ 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 രക്ഷിക്കൂ. ശാന്തം ഓടാ. മരത്തിൽ തൂങ്ങിക്കിടന്നിരുന്ന എല്ലാവരും പോയി. രംഗ, വീരേശൻ, ഗ്രാമജനങ്ങൾ എല്ലാവരും അത് കണ്ട് പേടിച്ചോടി. മജ്ജിയുടെ മുൻപിൽ ആ മന്ത്രവാദിയും വന്നു നിന്നു. പെട്ടെന്ന് ചെയ്തു തീർക്ക്. നിന്റെ ലക്ഷ്യത്തിലെത്ത്. ഈ ലോകം കീഴടക്ക്. നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. ഗുരുദേവാ, രക്ഷിക്കൂ. ആ ശബ്ദം കേട്ട് വടക്ക് ദിശയിൽ ഇരുന്ന് തപസ് ചെയ്തിരുന്ന ഒരു മഹർഷി കണ്ണുകൾ തുറന്നു. അദ്ദേഹത്തിന്റെ ജ്ഞാനദൃഷ്ടിയിലൂടെ സംഭവിച്ചതെല്ലാം അറിഞ്ഞ് കണ്ണുകൾ തുറന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് നിന്ന് കമണ്ഡലം പൊക്കിയതും ത്രിലോക ദീപിക ദേവിക ആയുക്തം രം ക്രം ബ്രം. അങ്ങനെ മന്ത്രം പറഞ്ഞതും മഹർഷി മാഞ്ഞ് കുൽദാരയിലേക്ക് എത്തി. ഗ്രാമത്തിലേക്ക് നടന്നു വരുന്ന അദ്ദേഹത്തെ കണ്ടതും എല്ലാവരും അത്ഭുതത്തോടെ അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നു. ആകാശത്തിൽ മിന്നലടിക്കാൻ തുടങ്ങി. മഹർഷിയെ വണങ്ങി. ആ പ്രേതവും വേതാള മജ്ജിയും ഒരേ രൂപത്തിലുള്ളത് കണ്ട് ഗ്രാമജനങ്ങൾ എല്ലാവരും പേടിച്ച് അനങ്ങാതെ നോക്കി നിന്നു. ലളിത, എന്താണിതൊക്കെ? സ്വാമി, സത്യത്തിൽ എന്ത് സംഭവിച്ചെന്നാൽ എന്റെ അമ്മയുടെ പേര് സുജാത, അച്ഛന്റെ പേര് ഗിരിധർ. ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും ഏക മകളാണ്. എന്നാൽ അമ്മയ്ക്ക് ഇരട്ട കുഞ്ഞുങ്ങളെ ഇഷ്ടമായിരുന്നു. എന്നാൽ അമ്മയ്ക്ക് ഇരട്ടകൾ ജനിച്ചില്ലെന്ന് അമ്മ ഒരുപാട് വിഷമിച്ചിരുന്നു.
ഇങ്ങനെയുള്ളപ്പോൾ ഒരിക്കൽ നോക്കൂ, നമ്മുടെ മകൾക്ക് എന്ത് ഭക്തിയാണെന്ന്. രാവിലെ എഴുന്നേറ്റ് പൂജ ചെയ്യുന്നു. അതെ സുജാതെ, എന്റെ ഭാഗ്യമാണ് ലളിതയെപ്പോൾ ഒരു കുട്ടിയെ കിട്ടിയത്. എന്നാൽ ലളിതയുടെ കൂടെ ഒരു കുഞ്ഞു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്റെ ആഗ്രഹം അന്ന് നിറവേറുമായിരുന്നു. നിനക്ക് ലളിത ജനിച്ചപ്പോൾ മറ്റൊരു കുഞ്ഞിന് ജനിക്കില്ല എന്ന് വയറ്റാട്ടി പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് ഓർക്കുന്നത്? നമ്മുടെ ലളിതയെ നമുക്ക് നന്നായി വളർത്തിക്കൂടെ? വിഷമിക്കുക എന്നല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്? പൂജാമുറിയിലിരുന്ന് ലളിത ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. ലളിത എപ്പോൾ നോക്കിയാലും പൂജകളും വഴിപാടുകളും ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ലളിത ഗ്രാമ അതിർത്തിയിലുള്ള മണ്ഡപത്തിൽ ദൈവത്തെ വിളിച്ച് അവൾ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവളുടെ സാരിയിൽ തീ കത്താനും തുടങ്ങി. അവൾക്കു ചുറ്റും തീ കത്തുന്നത് പോലും അറിയാതെ ലളിത അനങ്ങാതെ തപസ് ചെയ്തുകൊണ്ടേയിരുന്നു. കുറച്ചു നേരത്തിനു ശേഷം ആ തീ തന്നെത്താനെ കെട്ടുപോയി. ലളിതയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അവിടെയുണ്ടായിരുന്ന മഹർഷി ഇതെല്ലാം കണ്ട് ലളിതയുടെ അടുത്തേക്ക് വന്ന്, നിനക്ക് എന്ത് ഭക്തിയാണ്! ഈ ചെറിയ പ്രായത്തിൽ ഈ പൂജയും ജപവും നീ പഠിച്ചെടുത്തെന്നോ? എന്റെ അമ്മയ്ക്ക് വേണ്ടി. അമ്മയ്ക്ക് വേണ്ടിയോ? അതെ സ്വാമി, എന്റെ അമ്മയ്ക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള ആഗ്രഹമെല്ലാം പോയി. എന്റെ അമ്മയ്ക്ക് എന്നെ പോലെ ഒരു കുട്ടിയും കൂടെ വേണം. എന്റെ അമ്മയുടെ ആഗ്രഹം നിറവേറണം. ഓഹോ, അമ്മയ്ക്ക് വേണ്ടിയാണോ ഇതൊക്കെ? ശരി, നിന്റെ ആഗ്രഹം നിറവേറാൻ നിനക്ക് നാം ദ്വിജന്മ വിദ്യ പഠിപ്പിച്ചു തരാം. എന്റെ കൂടെ വാ. ശരി സ്വാമി, അച്ഛനോടും അമ്മയോടും പോയി പറഞ്ഞിട്ട് വരാം. ലളിത ഇതെല്ലാം അമ്മയോടും അച്ഛനോടും പറഞ്ഞ് മഹർഷിയോടൊപ്പം കാട്ടിലേക്ക് പോയി. വിജന്മം വിദ്യയെ അവൾ കൈവരിച്ചു. ലളിതേ, നീ എപ്പോൾ ഇവിടെ വന്നു? നീ ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവളാണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്നാൽ വളരെ ജാഗ്രതയോടെ ഈ വിദ്യ നീ പ്രയോഗിക്കണം. ശുഭം. ലളിത അവൾ പഠിച്ചെടുത്ത വിജന്മം വിദ്യയിലൂടെ അവളെപ്പോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയെ ഉണ്ടാക്കി അവളോടൊപ്പം വീട്ടിലേക്ക് പോയി. നടന്നതെല്ലാം അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോൾ അവർ ഒരുപാട് സന്തോഷിച്ചു. അമ്മേ, അനിയത്തിക്ക് ഒരു പേരിട്. അനിയത്തിയുടെ പേര് ജയ. നിനക്ക് ഇഷ്ടമായോ ലളിതേ? അന്നു മുതൽ ലളിത അവളുടെ അമ്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ കണ്ട് എല്ലാവരും പുകഴ്ത്തി. ലളിത എപ്പോഴത്തെയും പോലെ പൂജകൾ ചെയ്തുകൊണ്ടിരുന്നു. അവൾക്കുള്ള ദിവ്യശക്തിയിലൂടെ ആ ഗ്രാമത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അസുഖങ്ങൾ അവൾ ഭേദമാക്കി. ദിവസങ്ങളും കടന്നുപോയി. ലളിതയുടെ ദിവ്യശക്തിയും കൂടിക്കൊണ്ടേ വന്നു. ഗ്രാമജനങ്ങൾ എല്ലാവരും ലളിതയെ ഇങ്ങനെ പുകഴ്ത്തുന്നത് കണ്ട് ജയയ്ക്ക് ലളിതയോട് ദേഷ്യം, അസൂയ, പക എല്ലാം വളർന്നു വന്നു. ആ ഗ്രാമത്തിലെ മലയുടെ താഴ്വാരത്തിലുള്ള ഗുഹയിൽ ഒരു ദുഷിച്ച മന്ത്രവാദി ഉണ്ടായിരുന്നു. എന്താണ് മോളെ, നീ ദേഷ്യത്തിലാണല്ലോ? നീ ആരാണ്? നീ നിന്റെ ചേച്ചിയായ ലളിതയുടെ ശക്തി കിട്ടാൻ ആഗ്രഹിക്കുന്നു? ഇല്ല, ഇനിയും കൂടുതൽ ശക്തി വേണം. എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കണം. ജയേ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ലളിതേ, ദൈവോപാസനത്തിലൂടെ അവളുടെ ഇന്ദ്രിയ ശക്തി ഒരുപാട് കൂടി. ആരെങ്കിലും കറുത്തമാവ് ദിവസം ഇന്ദ്രിയ ശക്തിയുള്ള ഒരാളെ വേദാളത്തിന് ബലി കൊടുത്താൽ ആ ശക്തിയെല്ലാം അവർക്ക് വന്നു ചേരും. അതിനുശേഷം ഞാൻ നിന്നെ ക്ഷുദ്രവിദ്യകൾ പഠിപ്പിച്ചു തരാം. അപ്പോൾ നിനക്ക് നിന്റെ ആഗ്രഹവും നിറവേറ്റാം. അങ്ങനെയാണോ? ശരി, നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. ആ മന്ത്രവാദി പറഞ്ഞതുപോലെ ജയ ലളിതയുടെ അടുത്ത് പോയി. ചേച്ചി, പറയൂ അനിയത്തി. ചേച്ചി, നാളെ കറുത്തവാവല്ലേ? നമ്മുടെ ഗ്രാമത്തിലെ ആൽമരത്തിന്റെ പിന്നിലെ ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ട്. എനിക്ക് കൂട്ടിന് വരാമോ? ആ ശരി അനിയത്തി. അന്ന് കർത്തവാവായതുകൊണ്ട് ലളിത അവളുടെ കയ്യിലുണ്ടായിരുന്ന മാന്ത്രിക ജലം ഗ്രാമ അതിർത്തിയിൽ ഒഴിച്ച് അവൾ കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്വാമി, ഒരു ദുഷ്ടശക്തിയും ഈ ഗ്രാമത്തിലേക്ക് വരാൻ പാടില്ല. അങ്ങനെ ലളിത ഗ്രാമ അതിർത്തി മറികടന്ന് ജയയോടൊപ്പം ചേർന്ന് വെളിയിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോയതും ജയ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തി പുറത്തെടുത്ത് ലളിതയെ കുത്തി അവിടെ തന്നെ കൊന്നു. സബാഷ് ജയേ,
നീ നിന്റെ ചേച്ചിയുടെ ശക്തികൾ ആവാഹിക്ക്. ശരി മന്ത്രവാദി. ജയ അവളുടെ ശക്തി ഉപയോഗിച്ച് ചേച്ചി ലളിതയുടെ ശരീരം അങ്ങോട്ട് മറച്ചു. അച്ഛനോടും അമ്മയോടും ഗ്രാമജനങ്ങളോടും ലളിത തപസ് ചെയ്യാൻ വേണ്ടി ഹിമാലയത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ദിവസവും പാതിരാത്രിയാകുമ്പോൾ ഗ്രാമത്തിലെ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം രഹസ്യമായി കാട്ടിലുള്ള ആ മന്ത്രവാദിയുടെ ഗുഹയിലേക്ക് പോയി ജയ ക്ഷുദ്രപൂജകളെല്ലാം പഠിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജയയെ ആ മന്ത്രവാദി വേതാള മജ്ജിയാക്കി മാറ്റി. നിന്റെ അവസാന പരീക്ഷ, നീ കുറച്ചു പേരെ കൂടി കൊല്ലണം. അവരെ കൊന്നു നരകം കാണിക്കണം. അങ്ങനെ ചെയ്താൽ നിനക്ക് മരണമില്ല, നിന്റെ ശക്തിക്കും അളവില്ല. നിന്റെ ലക്ഷ്യത്തിലെത്ത്, ഈ ലോകം കീഴടക്ക്. അന്നു മുതൽ ആ വഴിയിൽ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ജയ അവരെ പൊക്കിക്കൊണ്ടുപോയി ആൽമരത്തിൽ കയർ കെട്ടി അവരെ തൂക്കിയിട്ട് നരകം കാണിച്ചിരുന്നു. അവരെ കൊല്ലാതെ അവർ നരകയാതന അനുഭവിച്ചു. അവരെ ആരെയും ഒരിക്കലും ആരുടെയും കണ്ണിലും കാണാൻ പോലും പറ്റുകയില്ല. എന്റെ മന്ത്രത്തിന്റെ ബലം കൊണ്ട് അവൾ ഗ്രാമത്തിലേക്ക് വന്നില്ല. എന്നാൽ അവളെ എനിക്ക് നശിപ്പിക്കാനും പറ്റുന്നില്ല. നിങ്ങൾ വേണം എന്തെങ്കിലും വഴി പറയാൻ സ്വാമി. ലളിതേ, നീ മറന്നുപോയോ? മാന്ത്രിക ശക്തി ആത്മാവിൻ്റെതാണ്, ശരീരത്തിന്റെ അല്ല. ഞാൻ പഠിപ്പിച്ചു തന്നില്ലേ? മഹാ ഉഗ്രവിദ്യ ഉപയോഗിക്കേണ്ട സമയമായി. കാണിക്ക് നിന്റെ ഉഗ്രരൂപം, പ്രേതത്തിന്റെ ഉഗ്രരൂപം. ലളിത മന്ത്രങ്ങൾ ചൊല്ലി ഒരു വലിയ പ്രേതമായി മാറി. 20 അടി ഉയരത്തിൽ വളരെ വലുതായി. എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി ഗ്രാമത്തിനുള്ളിൽ ഒരു പുകയുണ്ടാക്കി ആ പുകയുടെ സഹായത്താൽ മന്ത്രവാദിയെയും മജ്ജിയെയും അവിടെ വരുത്തി. ലളിത പ്രേതം അതിന്റെ ഇടത് കാലിൽ ആ വേതാള മജ്ജിയെ ചവിട്ടി. എന്നെ വിട്, കൊല്ലരുതേ. എന്നെ വിട്ടേക്ക്, കൊല്ലരുതേ. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്ക്. ഗ്രാമജനങ്ങൾ എല്ലാവരും അവരുടെ വീട്ടിൽ നിന്നും വെളിയിൽ വന്ന് ഉഗ്രരൂപത്തിലുള്ള ലളിതയെ കണ്ട് ലളിതമ്മേ, അവളെ കൊല്ല്. അവളെ കൊല്ല്. ലളിതേ, അവളെ കൊല്ല്. ലളിതേ, അവളെ അവളെ കൊല്ല്. കൊന്നേക്ക്. ഒരുപാട് ശബ്ദത്തിൽ നിലവിളിച്ച് ലളിത ജയയെ അവിടെ തന്നെ കൊന്നു. പ്രേതം കണ്ണു വലുതാക്കി ആ മന്ത്രവാദിയെ നോക്കിയതും ആ മന്ത്രവാദി പേടിച്ചു ഓടാൻ തുടങ്ങി. അപ്പോൾ ആ പ്രേതം മന്ത്രവാദിയെ കാറ്റിൽ പൊക്കി അയാളെ കഷ്ണം കഷ്ണമാക്കി. മരത്തിൽ തൂങ്ങിക്കിടന്ന കയറെല്ലാം മാഞ്ഞുപോയി. അവർ ഓരോരുത്തരായി താഴേക്ക് വീഴാനും തുടങ്ങി. എഴുന്നേറ്റവർ എല്ലാവരും ഗ്രാമത്തിലേക്ക് വന്ന് ഉഗ്രരൂപത്തിലുണ്ടായിരുന്ന ആ പ്രേതത്തെ നമസ്കരിച്ചു. ചിലർ വീട്ടിൽ പോയി അവിടെ നിന്നിരുന്ന പൂക്കൾ പറിച്ചുകൊണ്ടുവന്ന് ആ പൂക്കളും എറിഞ്ഞു. അതിനുശേഷം ആ ലളിതപ്രേതവും മാഞ്ഞുപോയി ഒരു പ്രകാശമായി മാറി. ആകാശത്തെ നോക്കി ആ പ്രകാശവും പോയി. ഈ ജന്മത്തിൽ നമ്മൾ പുണ്യങ്ങളും പാവങ്ങളും ചെയ്തിട്ടുണ്ട്. ആരൊക്കെ പുണ്യങ്ങൾ മാത്രം ചെയ്തു, അവര് ഈ ദുഷ്ടശക്തികൾ താന്ത്രികന്മാരെ വെച്ച് ദുഷ്ടമന്ത്രങ്ങൾ പ്രയോഗിച്ച് കൊന്ന് പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ നോക്കുന്നു. അതുപോലെ ഈ മാന്ത്രികനും ആ ചേച്ചിയെയും അനിയത്തിയും കൊന്ന് പ്രപഞ്ചത്തെ നശിപ്പിച്ച് ദുഷ്ടശക്തിയെ ആകർഷിക്കാൻ നോക്കി. എന്നാൽ നല്ലത് ചെയ്തവർക്ക് നാശമില്ല. ഇപ്രകാരം വിജയം കൈവരിക്കാൻ നോക്കുന്നവർക്ക് ഈ ദുഷ്ടനെ പോലെ ദയനീയമായ അവസാനമായിരിക്കും ഉണ്ടായിരിക്കുക. ഓർത്തു വെച്ചോളൂ.